Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Page number ഒന്ന് പറയൂ. Page number 73. ആരെങ്കിലും share ചെയ്യാമോ? 73. കോമ്പൻസേഷൻ ആണ് പറഞ്ഞു വെച്ചിരുന്നത്. എക്സാമ്പിൾ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. എക്സാമ്പിൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു അല്ലേ? കോമ്പൻസേഷൻ ഞാൻ എടുത്തായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? എടുത്തായിരുന്നു. മാം പ്രേയർ സൈൻ ഇൻ അതൊന്നും ആയിട്ടില്ല. ഓക്കെ പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ. മിഷ ഇല്ലാന്ന് തോന്നുന്നു. Okay. Good morning, everyone. Heavenly Father, thank you for the gift of education. As I prepare for my studies, I ask for your strength and focus. Help me to stay motivated, overcome distraction, and persevere through challenges. May my efforts be fruitful, and may I always strive to learn and grow. Thank you. Good morning, everyone. I am Shruti. It is my pleasure to welcome all my friends for today's class. Thank you all for joining us today. I would like to extend a warm welcome to our respected Ashwati ma'am for joining us today. I hope you all will enjoy the class, and I also invite Lovely Chichi for today's thought. Thank you, ma'am. Good morning, ma'am, and good morning, everyone. Today's thought. നിങ്ങൾ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെടും. താങ്ക് യു, മാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഒരു കഥയുണ്ട് മാം. I would like to say a story. പന്ത് കിട്ടിയേ. ഒരു ദിവസം ചിങ്ങുമുയലും മിങ്ങുമാനും പേങ്ങുക്കരടിയും ചിങ്ങനാനയും മൈതാനത്ത് പന്ത് കളിക്കുകയായിരുന്നു. ചിങ്ങുമുയൽ തട്ടിവിട്ട പന്ത് നേരെ ജിങ്കനാനയുടെ നേരെ ചെന്നു. അവൻ ശക്തിയിൽ പന്ത് പോങ്ങുക്കരടിയുടെ നേരെ തട്ടി. പുടും. പക്ഷെ പന്ത് പോങ്ങുവിന്റെ അടുത്തേക്കല്ല പോയത്, തെറിച്ച് ദൂരേക്ക് പോയി. അയ്യോ, പന്ത് എവിടെ പോയി? കാണാനില്ലല്ലോ. പന്തെടുക്കാൻ പോയി മിങ്ങുമാൻ വിഷമിച്ചു നിന്നു. കൂട്ടുകാരെല്ലാം വന്ന് പന്ത് തിരയാൻ തുടങ്ങി. ചിങ്ങുമുയൽ കുറ്റിക്കാട്ടിൽ നോക്കി, പോങ്ങുക്കരടി അടുത്തുള്ള പുഴയിൽ നോക്കി, ജിങ്ങനാന തുമ്പിക്കൈ നീട്ടി പുല്ലും ചെടിയും എല്ലാം വകഞ്ഞു നോക്കി. എവിടെയും പന്തില്ല. ഇനി എങ്ങനെ പന്ത് കളിക്കും? കഷ്ടമായല്ലോ, പോങ്ങുക്കരടി പറഞ്ഞു. അവർ സങ്കടപ്പെട്ട് മരച്ചുവട്ടിലിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ദും. അവരെല്ലാം ചാടി എണീറ്റു. കാണാതെ പോയ പന്ത് അതാ താഴെ വീണ് കിടക്കുന്നു. ഹയ്യടാ! മിങ്ങുമാൻ ചാടി പന്തെടുത്തു. എവിടെ നിന്നാണ് പന്ത് വീണത്? മിങ്ങു ചോദിച്ചു. അത് കേട്ട് മരക്കൊമ്പിലിരുന്ന മോങ്ങിക്കുരങ്ങച്ചൻ പറഞ്ഞു, ഏയ് ജിങ്ങൻ, തൊഴിച്ചു വിട്ട പന്ത് ഈ മരത്തിലാണ് കുടുങ്ങിയത്. ഞാനാണ് അതെടുത്ത് താഴേക്കിട്ടത്. ഹി ഹി ഹി. വെറുതെ പന്ത് തിരഞ്ഞ് സമയം കളഞ്ഞതോർത്ത് അവരെല്ലാം നാണിച്ചുപോയി. മോങ്ങുകുരങ്ങച്ചന് താങ്ക്സ് പറഞ്ഞിട്ട് അവർ വീണ്ടും കളി തുടങ്ങി. താങ്ക് യു, മാം. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം, ഞാൻ യൂണിറ്റിനെ കുറിച്ച് ഒരു 5 ലൈൻസ് പറയാം. Unity is strength. Unity is very important for any team or group. Only when we are united, we can enjoy the taste of success. Unity is the essence of a group's happiness. We should always remember unity's strength. Unity means oneness or together. Thank you, ma'am. Okay, very good. ഓക്കെ, അപ്പോ കോമ്പൻസേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിള് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും എഴുതിയോ? യെസ് മാം. യെസ് മാം. ഓക്കെ, അപ്പോ ഓരോരുത്തരായിട്ട് വായിച്ചോളൂ കോമ്പൻസേഷന്റെ എക്സാമ്പിള്. ഞാൻ വായിക്കാം മാം. മലയാളത്തിലാണ് സെന്റൻസ്. അതിന്റെ പ്രധാന പോയിന്റ് ആയിട്ട് മാത്രം പറഞ്ഞാൽ പോരെ, അത് വിശദീകരിച്ച് അങ്ങനെ പറയണമെന്നില്ലല്ലോ? ഇല്ല. ജോലി നഷ്ടം, കുടുംബത്തില് പ്രാധാന്യം. ജോലിയിൽ പരാജയപ്പെട്ട ഒരാള് വീട്ടില് ഉത്തരവാദിത്വത്തോടെ പെരുമാറി സ്വന്തം വില തെളിയിക്കുന്നു. നെക്സ്റ്റ്, ആരോഗ്യത്തിലെ കുറവ്, വിജ്ഞാനത്തിലെ മികവ്.
ശാരീരിക വൈകല്യമുള്ള ഒരാൾ പഠനത്തിൽ വലിയ നേട്ടങ്ങൾ നേടി ആത്മവിശ്വാസം വളർത്തുന്നത്. പിന്നെ ദാരിദ്ര്യം, പിന്നെ നല്ല പെരുമാറ്റം. സാമ്പത്തിക അവസ്ഥ നല്ലതല്ലെങ്കിലും വ്യക്തിയുടെ നല്ല വിനയവും നല്ല പെരുമാറ്റവും കൊണ്ട് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നത്. ഓക്കെ മാം. മാം, ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ പരാജയം സംഭവിച്ചു. അവൻ അതിനെ ജീവിതത്തിലെ ഒരു പാഠമായി കരുതി അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു. സെക്കൻഡ് വൺ, പുതിയ സ്ഥലത്തേക്ക് മാറിയപ്പോൾ ആദ്യം സുഹൃത്തുക്കൾ ഇല്ലാതിരുന്നത് കൊണ്ട് വിഷമം തോന്നി. അവൾ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തി അവിടെ പൊരുത്തപ്പെട്ടു. താങ്ക് യു മാം. സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടി ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും കോമ്പറ്റീഷനിലും പുരസ്കാരം നേടുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല, പക്ഷെ മലയാളത്തിൽ പോയമും സ്റ്റോറിയും എഴുതുന്നു. മാത്സിൽ ആവറേജ് മാർക്ക്, സയൻസിൽ ഫുൾ മാർക്ക്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കുട്ടി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അതായത് മെന്റൽ സ്കില്ലിൽ ശ്രദ്ധ നേടുന്നു. അത്രയേ ഉള്ളൂ മാം. താങ്ക് യു മാം. ഞാൻ പറയാം. അക്കാദമിക് വീക്ക്നെസ് കോമ്പൻസേഷൻ, അതായത് പഠനത്തിന് മികവില്ലാത്ത കുട്ടി സ്പോർട്സില് നല്ല ഉന്നത വിജയത്തിലെത്തുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റി കോമ്പൻസേഷൻ, കാലിൽ പ്രശ്നമുള്ള ഒരാള് ചിത്രരചനയിലും സംഗീതത്തിലും ഒക്കെ മികവ് നേടുന്നു. ഓക്കെ മാം, ഇത്രയും. മാം, ഞാൻ പറയാം. A person with a bad habit like excessive alcohol or smoking consumption might compensate by eating a very healthy diet and exercising regularly. The next one is, ഒരു കുട്ടി ഇപ്പോ മാത്സിൽ ആൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സയൻസിലെ ആള് നല്ല തന്റെ ഫുൾ സ്ട്രെങ്ത് കാണിച്ച് ഫോക്കസ് ചെയ്യും സയൻസിൽ. അത് പിന്നെ അതുപോലെ തന്നെ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ പറ്റിയില്ലെങ്കിൽ ഈ കരിക്കുലം ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് മാം. താങ്ക് യു മാം. ഞാൻ പറയാം. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില ഇതിലായിരിക്കും കഴിവ്. അതായത് ചില കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടാവും. അപ്പൊ പാട്ട് പാടാൻ ചിലപ്പോൾ അവർക്ക് കഴിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കഴിവുള്ളത്. മാം, ഞാൻ പറയാം. ഒരു ചെറുതാണ്. ജീവിതത്തിൽ വിജയം നേടാൻ പറ്റാത്തവര് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. സ്റ്റഡീസില് മുന്നിലെത്താൻ പറ്റാത്ത കുട്ടികള് അത്ലറ്റിക്സ് പോലുള്ള ആർട്സ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള അത്ലറ്റിക്സില് മുന്നിലെത്തുന്നു. പിന്നെ സൊസൈറ്റിയായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യാൻ മടിയുള്ളവര് അവരുടെ ഹ്യൂമർ സെൻസ് ഉപയോഗിച്ച് സൊസൈറ്റിയുടെ അപ്രിസിയേഷൻ നേടിയെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകും. അതൊക്കെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യണ ഒരാള് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നടക്കുന്നു. മാത്സിൽ വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടി സ്പോർട്സിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നു. പിന്നെ ലോൺലി ആയിട്ടുള്ള ഒരാള് വളരെയധികം ഇമാജിനേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഷൈ ആയിട്ടുള്ള പേഴ്സണാലിറ്റി മറ്റുള്ളവരോട് കൈൻഡും ഹെൽപ്ഫുൾ ആയിട്ട് പെരുമാറുന്നു. അപ്പോ നമുക്ക് നെക്സ്റ്റ് അടുത്ത നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. മാം, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. പറഞ്ഞോളൂ. ഞാനൊരു സ്റ്റോറിയാണ് പറയുന്നത്. നമ്മളെ കോമ്പൻസേഷൻ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇവിടെ കണ്ണൂര് കൃഷ്ണമേനോൻ മെമ്മോറിയൽ വുമൻസ് കോളേജിലുള്ള ഒരു സാറിനെ കുറിച്ചിട്ടാണ്. പിന്നെ എക്കോണമിക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ് സാറ്. സാറിന് ചെറുപ്പത്തില് ആന്ധ്രാപ്രദേശുകാരനാണ് സാറ്. പിന്നെ വിജയവാഡയിലാണ് സാറ് ജനിച്ചതൊക്കെ. അപ്പം വളരെ പുവർ ഫാമിലി ആയിരുന്നു സാറ്. അപ്പൊ സാറിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ടാണ്. ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ അമ്മയുടെ കൂടെയും സാറ് അച്ഛന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോ 5 വയസ്സുള്ള സമയത്ത് സാറിനൊരു ആക്സിഡന്റ് പറ്റി. അതായത് റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് ആ ടാറിൽ സാറ് സ്റ്റക്കായി പോവുകയും പിന്നെ ഒരു ലോറി വന്ന് സാറിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് സാറിന്റെ വലത് കൈയും അതുപോലെ വലത് കാലും അതിലൂടെ കയറി ഇറങ്ങിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ലോറി. അപ്പോ മെച്ചപ്പെട്ട ഒരു മെഡിക്കൽ കെയർ ഒന്നും സാറിന് ആ സമയത്ത് കിട്ടിയിരുന്നില്ല. വളരെ സാമ്പത്തികമായിട്ട് ഇതിലായിരുന്നു സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞത്. അപ്പൊ ഒരിക്കല് സാറിന്റെ അച്ഛൻ പിന്നെ ട്രെയിന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സാറിനെയും കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ട്രെയിൻ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സാറിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് സാറിന്റെ ഫാദർ പോവുകയാണ് ചെയ്തത്. രാത്രിയോളം സാർ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നു. 5 വയസ്സായുള്ളൂ സാറിന് ആ സമയത്ത്. അതുവരെ സാർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. സാർ കണ്ടില്ല, അച്ഛനെ കണ്ടില്ല. അപ്പം തോന്നി ഇങ്ങനെ കയ്യും കാലും ഏകദേശം നഷ്ടപ്പെട്ട പോലെ ആയതുകൊണ്ട് അച്ഛൻ തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് സാറിന് മനസ്സിലാവുകയും സാർ എന്നിട്ട് പിന്നെ നെക്സ്റ്റ് വന്ന വണ്ടിക്ക് സാറ് കയറുകയാണ് ചെയ്തത്. സാർ ഉറങ്ങിപ്പോയി. നെക്സ്റ്റ് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് സാറ് ചെന്നൈയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് സാറിനെ പിന്നെ നമ്മുടെ കണ്ണൂരുള്ള മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ലത്തീഫ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ കാണുകയും ഡോക്ടർ അവിടുന്ന് കൂട്ടിയിട്ട് കണ്ണൂരേക്ക് വരികയും ചെയ്തു. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുത്തു. അങ്ങനെ അവിടെയുള്ള ഒരു പിന്നെ കണ്ണൂർ തന്നെയുള്ള ഒരു ബാലഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സാറിനെ ഏൽപ്പിക്കുക. അവിടുന്ന് പഠിച്ച് MA കഴിഞ്ഞു. അങ്ങനെ സാർ സാറിന്റെ എല്ലാ എന്താ പറയണ്ട ശാരീരികമായ ഇതെല്ലാം മറന്നുകൊണ്ട് സാർ പഠിച്ച് സാറിപ്പോ അവിടെയുള്ള സാമ്പത്തിക ശാസ്ത്രം മേധാവിയാണിപ്പം. അതുപോലെ തന്നെ NSSന്റെയും പിന്നെ ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് സാർ ഇപ്പൊ കൃഷ്ണമേനോൻ കോളേജിൽ. സാറ് ഒരുപാട് പേർക്ക് സാർ ഈ കൃത്രിമ കാലുകള് അതൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നു. സാറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കോമ്പൻസേഷൻ മാം എടുക്കുന്ന സമയത്ത് സാറിനെയാണ് ഓർമ്മ വന്നത്. ആ ന്യൂസ് ഓർമ്മ വന്നു. ഞാൻ അതിപ്പം ഷെയർ ചെയ്തു ഞാൻ. ഓക്കെ, താങ്ക് യു മാം. അടുത്തത് റേഷണലൈസേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് എന്നോട് ഷെയർ ചെയ്യുക കേട്ടോ. അതൊരു ഡിവൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. റേഷണലൈസേഷൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് ആണോ? ഡിവൈസ് ആണോ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ ഗിൽറ്റ് ബൈ യൂസിങ് ദിസ് ഡിവൈസ് ഉദ്ദേശിക്കുന്നത്. ആദ്യം വായിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം, വായിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മനസ്സിലായ കാര്യം എന്താണെന്ന്? ഹസീന.
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കാരണം കണ്ടെത്തുന്നതിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യുക്തീകരണം അവിടെ നടക്കുന്നു. ഞാൻ പറയട്ടെ. സുഹൃത്ത് സഹായിക്കാത്തപ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുഹൃത്ത് സഹായിക്കാത്തപ്പോൾ, ഒരു സുഹൃത്ത് അവന് സഹായിക്കാത്തപ്പോൾ അവന് ബിസി ആയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അത് യാഥാർത്ഥ്യ കാരണമല്ലെങ്കിലും അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകുന്നത്. ഇല്ലെങ്കിൽ ഒരു ചെലവേറിയ ഫോൺ വാങ്ങാൻ കഴിയാതെ പോയാൽ അതിന്റെ ഫീച്ചേഴ്സ് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് മനസ്സ് ആശ്വസിപ്പിക്കുന്നത്. ഓക്കെ മാം. ഓക്കെ, സൗമ്യ എന്താണ് പറയാൻ വന്നത്? മാം, അതായത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് സംഭവിച്ചതിന്റെ യുക്തിസഹമായ കാരണം നമ്മൾ കണ്ടെത്തും. അതായത് ആളുകൾ പ്രത്യേക രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പൊ അതിൻ്റെതായ കാരണങ്ങളെ നേരിടാൻ കഴിയാതെ വരും. അപ്പൊ അവർ തങ്ങളുടെ പെരുമാറ്റത്തിന് സ്വയം ന്യായീകരിക്കുന്ന വിശദീകരണങ്ങളാണ് ഇതിൽ പറയുന്നത് കൂടുതലും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയാം. തന്റെ ഫെയിലിയർ സോഷ്യലി അക്സെപ്റ്റബിൾ റീസൺ പറയുന്നതാണ് റേഷണലൈസേഷൻ. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ താല്പര്യമുണ്ട്, പക്ഷെ അവന് കാശില്ല, കയ്യിൽ കാശില്ല. സോ ഒരു റീസൺ പറയണമല്ലോ. അപ്പോ പറയും ചിലപ്പോ ഫ്ലൈറ്റ് ആക്സിഡന്റ് പറ്റിയാലോ, അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറാറില്ല എന്നുള്ള ഒരു റീസൺ പറയുന്നുണ്ടല്ലോ. ഇതാണ് എനിക്ക് മനസ്സിലായത് മാം. മനസ്സിലായത് അല്ലെ? ഓക്കെ. അപ്പൊ റേഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു മെക്കാനിസമാണ്, ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് പരാജയങ്ങൾ നടക്കുന്ന സമയത്ത്, ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം കണ്ടെത്തി ആശ്വാസം നൽകുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുന്നു. ആ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് അത് അതുകൊണ്ടാണെന്ന് സമ്മതിക്കുന്നില്ല, മറിച്ച് എന്താണ്, വേറൊരു കാരണം അല്ലെങ്കിൽ വേറൊരു ന്യായീകരണം കണ്ടെത്തിയിട്ട് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് ടീച്ചർ മാർക്ക് കൊടുത്തില്ല എന്ന്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അങ്ങനെ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത്, അതായത് എക്സാമിന് തോറ്റ ഒരു കുട്ടി, അതായത് ആ കുട്ടി എക്സാമിന് ഫെയിലിയർ ആയി, പക്ഷെ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുവാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് ആ കുട്ടി എക്സാമിന് ഫെയിൽ ആയത്, മറിച്ച് ആ കുട്ടി പഠിക്കാത്തത് കൊണ്ടല്ല. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഇങ്ങനെ കടന്നു പോകാറുണ്ട് അല്ലെ? എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായാല് അല്ലെങ്കിൽ എന്തെങ്കിലും പരാജയങ്ങൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ തന്നെ കുറ്റം പറയില്ല അല്ലെ? എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരും അല്ലെ? അത് ചിലപ്പോ ഒരു വ്യക്തിയുടെ മേലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകാം. അപ്പൊ ഈ കുട്ടി പറഞ്ഞത് എന്താണ്? എക്സാമിന് തോക്കാനായിട്ട് കാരണം ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് എന്ത് പറ്റിയത്, ആ കുട്ടി ഫെയിലിയർ ആയതെന്ന് ഒരു കാരണം കണ്ടെത്തുന്നു. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് ആ എക്സാമിന് തോറ്റതാണ് അല്ലേ? ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള ന്യായീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് റേഷണലൈസേഷൻ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവാം അല്ലെ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? നമ്മുടെ കിച്ചണിൽ തുടങ്ങുന്ന കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അതായത് ചിലപ്പോ ചോറ് ചിലപ്പോ വെന്ത് പോകാം. നമ്മള് ഇപ്പൊ ചോറൊക്കെ വെക്കുന്ന സമയത്ത്, അരിയൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോ അത് വെന്ത് ചിലപ്പോ പായസമായി പോകാം അല്ലെ? പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് ഹസ്ബൻഡ് ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ആരെങ്കിലും പറയോ ഞാൻ ശ്രദ്ധിക്കാനായിട്ടല്ലെന്ന് പറയോ? എന്താണ്? വേവ് കുറഞ്ഞ അരിയാണെന്ന് പറയും. അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും പറയില്ല ആരും.
ഇത് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അരി വെന്ത് പോയതെന്ന് പറയില്ല, മറിച്ച് വേവ് കുറഞ്ഞ അരിയാണെന്ന് പറയും, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ആ സമയത്ത് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയും, അതാണ് അരിയേക്കാളും വലുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പോ ഇതിനെ നമുക്ക് റേഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കേട്ടോ അതിന്റെ. നെക്സ്റ്റ് വൺ പ്രൊജക്ഷൻ ആണ്. ഇത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്താ മനസ്സിലായത് സീന വായിച്ചപ്പോ? പ്രൊജക്ഷൻ എന്നത് സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ ദോഷങ്ങള്, ആഗ്രഹങ്ങള്, കുറ്റബോധം, ആ കുറ്റബോധം മറ്റുള്ളവരിലേക്ക് ചുമത്തുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. സ്വന്തം കുറവുകൾ സമ്മതിക്കാതെ അത് മറ്റൊരാളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരു സഹപ്രവർത്തകന്റെ വിജയം കണ്ട് അസൂയ തോന്നുന്നു, പക്ഷെ അവൻ പറയുന്നു അവനാണ് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്നതെന്ന്. പിന്നെ ഓക്കെ മാം, തന്റെ ഫെയിലിയറിന് മറ്റുള്ളവരെ കാരണം കാണിച്ചു പറയുന്നതാണ് പ്രൊജക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടിയോട് എന്താണ് ഹോംവർക്ക് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയണ് വീട്ടിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറയില്ലേ? അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ തോന്നി. ഓക്കെ മാം. ഓക്കെ, ശ്രുതി പറഞ്ഞത് തന്നെയാണ്, സിനിമയും പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ പറയുന്നത്, ഒരു ഫെയിലിയർ സംഭവിക്കുകയാണ്, ഇപ്പൊ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് കുറ്റം കണ്ടെത്തുന്നു. എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല്, എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും ഒരു കാരണമായിട്ട്, നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറ്റം ചാർത്തി വെക്കുന്നു. നമ്മുടെ കുറ്റമല്ല, അത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ് എന്ത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, എക്സാമിന് തോറ്റത് ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് ഒരു കുട്ടി പറയുവാണ്. അത് പ്രൊജക്ഷൻ അല്ലേ? ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് നീ എക്സാമിന് തോറ്റത്, എന്തുകൊണ്ടാണ് തോറ്റതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുവാണ് എന്താണ്, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ടീച്ചറുടെ മേലാണ് അവിടെ കുറ്റം ആ കുട്ടി ആരോപിക്കുന്നത് അല്ലെ. അപ്പൊ എക്സാമിന് തോക്കാൻ കാരണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഫെയിലിയർ ഉണ്ടാവാൻ കാരണം അത് ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അവര് നേരാവണ്ണം പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിച്ചാനേ എന്ന് പറയും ചില കുട്ടികൾ അല്ലെ. അപ്പോ ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്? താനാണ് പലപ്പോഴും കോപിക്കുന്നത്, പക്ഷെ മറ്റൊരാളെ കുറ്റപ്പെടുത്തി പറയുന്നു. അവനാണ് എല്ലായ്പ്പോഴും ചൊടിപ്പിക്കുന്നത്. പിന്നെ എന്ത് പറയാം?
ഈ എക്സാമിന്റെ സമയത്ത് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരാണ് ആദ്യം പിടിച്ചതെന്ന് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കും. ഓക്കെ ഓക്കെ. പിന്നെ സ്വയം സ്വാർത്ഥമായി പെരുമാറുന്ന ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി അവരാണ് എല്ലായ്പ്പോഴും സ്വാർത്ഥൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് അതായത് നമ്മൾക്ക് പല റീസണും നമ്മൾക്ക് പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ എന്തെങ്കിലും മറന്നുപോയി എന്ന് വിചാരിക്കാം. ചിലപ്പോ നമ്മൾ എവിടേക്കെങ്കിലും പോണതായിരിക്കുള്ളൂ, എക്സാമിനോ മറ്റൊക്കെ പോണതായിരിക്കുള്ളൂ. അപ്പോ നമ്മൾ എന്തെങ്കിലും ബാഗിൽ എടുക്കാനായിട്ട് മറന്നുപോയി എന്ന് വിചാരിക്കാം. അപ്പോ അവിടെ ചെന്നപ്പോഴായിരിക്കും നമ്മൾ നോക്കിയപ്പോൾ അത് കാണുന്നുണ്ടാവില്ല. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിൽ വിളിച്ചു പറയും, അമ്മ അത് എടുത്തു വെച്ചില്ലല്ലോ, അമ്മ അത് എടുത്തു വെക്കാനായിട്ടാണ് എനിക്കത് കിട്ടാഞ്ഞത്. അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ നടത്താറില്ലേ? അല്ലെങ്കിൽ അവരെ കുറ്റം ചേർത്താറില്ലേ? അപ്പൊ എല്ലാരും ഒരാളുടെ മേൽക്ക് തന്നെ നമ്മൾ എപ്പോഴും, അതായത് നമ്മൾ സ്വയം എന്ത് ചെയ്യില്ല, നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ കുറ്റക്കാരനാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അത് എല്ലാവരുടെയും നേച്ചറാണ്. ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ എല്ലാവർക്കും ഉള്ള ഒരു നേച്ചറാണ് എന്ത്, സ്വയം കുറ്റപ്പെടുത്താനായിട്ട് ആരും തന്നെ ആഗ്രഹിക്കില്ല. അപ്പോ വേറൊരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾ അവിടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെയാണ് നമ്മൾ കുറ്റം പറയുക. അതിപ്പോ നമ്മുടെ ഹസ്ബൻഡിനെ ആവാം, അല്ലെങ്കിൽ അമ്മയെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. കേട്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. ആതിര, എന്താ മനസ്സിലായത് വായിച്ചപ്പോ ആതിരയ്ക്ക്? അതായത് മറ്റുള്ളവരുടെ സക്സസ്സിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരു മെക്കാനിസം ആണ് ഐഡന്റിഫിക്കേഷൻ. അങ്ങനെയാണോ എല്ലാവർക്കും വായിച്ചിട്ട് മനസ്സിലായത്? നമ്മൾക്ക് സാധിക്കാത്ത കാര്യം മറ്റുള്ളവർക്ക് കിട്ടുമ്പോ ഉള്ള സാറ്റിസ്ഫാക്ഷൻ. ഒരു ക്ലാസ് റൂമിൽ 2 ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇപ്പൊ 2 ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് അതിൽ ഒരാള് എന്തെങ്കിലും ഒരു നല്ല കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് എല്ലാവരും സന്തോഷിക്കും. അവര് തന്നെ പറഞ്ഞ പോലെ അവർക്കൊരു സന്തോഷം. പിന്നെ അതുപോലെ ഇപ്പൊ ധോണി ഒരു മാച്ച് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ധോണി ഇപ്പൊ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജയിച്ചു, ധോണിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ മാച്ച് നമ്മൾ ജയിച്ച പോലെ ഒരു സന്തോഷം കിട്ടും. അതാണ് എനിക്ക് മനസ്സിലായത് ഐഡന്റിഫിക്കേഷൻ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം, അത് മറ്റുള്ളവർ ചെയ്ത് അത് സക്സസ്ഫുൾ ആകുമ്പോൾ അത് നമ്മുടെ സക്സസ് ആണെന്ന് കരുതി ആശ്വസിക്കും. ഓക്കെ. നമ്മൾ പല രീതിയിൽ അല്ലെ, നമ്മൾ ആരാധിക്കുന്ന പല ആളുകളുണ്ട് അല്ലെ. അത് ക്രിക്കറ്റ് ഫീൽഡിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സിനിമാ താരങ്ങളായിരിക്കാം അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഒരു വലിയൊരു പടം, ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമാ താരമാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, തമിഴില് കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എന്താ പറയാ ക്യാച്ച് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉള്ളിലേക്ക് എടുത്തിട്ട് ആ ഒരു സിനിമയുടെ ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ വിജയം നമ്മുടെ വിജയമാണെന്ന് കരുതി നമ്മൾ സന്തോഷിക്കാറില്ലേ? ഇല്ലേ? ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത് ഇപ്പോ മോഹൻലാൽ ആകണമെന്നെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ക്രിക്കറ്റ് പ്ലെയർ, ഓക്കെ. ഇപ്പൊ അവര് നല്ല രീതിയിൽ കളിച്ച് വിജയിക്കുന്നു, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ അഭിനയിക്കുന്നു, അവരുടെ എന്താ പറയാ പടം നല്ല രീതിയിൽ ഹിറ്റ് ആകുന്നു, അല്ലെങ്കിൽ അവരുടെ സക്സസ് എല്ലാവർക്കും എന്താണ് ഒരു പ്രചോദനമാകുന്നു. അപ്പൊ ആ ഒരു സന്ദർഭത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ വിജയത്തെ നമ്മുടെ വിജയമാണെന്ന് കരുതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. നമുക്കറിയാം. പറഞ്ഞോളൂ. ഈ സ്കൂളിലൊക്കെ വോട്ടിൻ്റെത്, സ്കൂൾ വോട്ടിങ്ങിനൊക്കെ അങ്ങനെ എന്താണ്?
സ്കൂൾ വോട്ടിംഗ് ഇല്ലേ? വോട്ട് തെരഞ്ഞെടുത്ത് ലീഡർഷിപ്പിന് അപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ച് പാലഭിഷേകം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാലോ ഇല്ലേ? ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? പാലഭിഷേകം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ മാം, ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കട്ടൗട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, വലിയ ഫ്ലെക്സും ബാനറുകളൊക്കെ, അതിലാണ് ഈ ചെയ്യുന്നത് പാലഭിഷേകം അങ്ങനത്തെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, അതായത് ആരാധകര് അവരുടെ, അതായത് അവരെ ആരാധിക്കുന്ന ആളുകളുടെ വിജയം അല്ലെങ്കിൽ ആ ഒരു സക്സസ് ഇവരുടെ കൂടി വിജയമാണെന്ന് കണ്ടെത്തി അവര് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിനെ എന്ത് ചെയ്യുവാണ്? ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോ ക്രിക്കറ്റ് പ്ലെയർ ആവാം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ ഫുട്ബോൾ ഒക്കെ കളിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ ആ ഒരു 4 വർഷം കൂടുമ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കാറുണ്ട്. ഇപ്പൊ മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളും അല്ലെങ്കിൽ ആരവങ്ങളൊക്കെയാണ് അവിടെയുള്ള ഗ്രൂപ്പുകളുടെ ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് നെയ്മറും മെസ്സിയും ഒക്കെ പോലെ. അതെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിനെയാണ്, അത്തരത്തിലുള്ള ഒരു മെക്കാനിസം ആണത് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന്. ഒരു വിദ്യാർത്ഥി തന്റെ പ്രിയപ്പെട്ട അധ്യാപകനെ അനുകരിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അത് ഇതിൽ പെട്ടതാണോ? ഐഡന്റിഫൈ ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ അനുകരിച്ച് സംസാരിക്കാൻ പെരുമാറുകയും ചെയ്യുന്നു. ഇപ്പോ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകർക്ക് സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ വിദ്യാർത്ഥിയെയും കൂടി അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിന്റെയും കൂടി എന്താ പറയാ സക്സസ് ആണെന്ന് കരുതി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ നമുക്കറിയാം നിങ്ങൾക്ക് ചില ഫ്രണ്ട്സ് സർക്കിൾ അല്ലെ, ചില ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാവും, ചില ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരിലൊരാൾക്ക് ഇപ്പൊ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ എല്ലാവരും കൂടി ചെറുപ്പം തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രായം വരെ ഒരുമിച്ചാണ് പഠിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിക്കുക. നല്ലൊരു ജോലി, അതായത് നല്ല ഹൈ സാലറി ഉള്ള ജോലി, ഒരു എന്താ പറയാ നല്ല സ്റ്റാറ്റസ് അല്ലെങ്കിൽ അട്രാക്ഷൻ ഉള്ള ഒരു ജോലി കിട്ടുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ഫ്രണ്ടിനോട്? എന്താ തോന്നുക? സന്തോഷം തോന്നുന്നു അല്ലേ? ചിലർക്ക് സന്തോഷം തോന്നുന്നു, ചിലർക്ക് അസൂയായിരിക്കും തോന്നുന്നത്. ചില കേട്ടോ ഭയങ്കര, അതായത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അസൂയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല അല്ല. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ ആപത്തിൽ നമ്മളെ സഹായിക്കുന്ന അങ്ങനെ ചില ഫ്രണ്ട്സ് എന്താ പറയാ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർക്കൊരു കാര്യം നല്ല രീതിയിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു ഇത് അവർക്ക് വരുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും അസൂയപ്പെടില്ല. കാരണം നമ്മളും സന്തോഷിക്കും. നമുക്ക് തന്നെ കിട്ടുന്ന ഒരു ഫീലാണ് മാം, നമുക്ക് തന്നെ അത് കിട്ടിയെന്നുള്ളൊരു ഫീലാണ് അല്ലെ. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടാവില്ല, പക്ഷെ അവര് നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കും അല്ലെ. അപ്പൊ അത്തരത്തില് എന്താ പറയാ നമ്മൾക്കറിയാം അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്, നമുക്കും കൂടി നല്ലതാണ്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടാവില്ല, ഞാൻ പറഞ്ഞതാണ് നല്ലതാണ്. അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അവര് ഫിനാൻഷ്യൽ ആയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ ആ ജോലിയിൽ നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ തിളങ്ങും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ഉണ്ടാകും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ആ ഒരു ജോലിക്ക് യോഗ്യനാണ്. അപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ജോലി അല്ലെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ കൂടിയും ആ ജോലി കിട്ടിയത് അത് തനിക്ക് കിട്ടിയ പോലെ അല്ലെങ്കിൽ തന്റെ വിജയമായിട്ട് കാണുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ചില സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ അല്ലെ, ചിലപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലുള്ള ആർക്കെങ്കിലും ജോലിയൊക്കെ കിട്ടുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളുണ്ട് അല്ലെ. വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ. അപ്പൊ തനിക്കല്ലെങ്കിൽ കൂടിയും അവർക്കാണെങ്കിൽ കൂടിയും ആ ജോലി കിട്ടിയപ്പോ ആ ഒരു സന്തോഷമാണ്, തനിക്ക് കിട്ടിയ ഒരു ഫീലാണ് ആ ജോലി അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുക. ഓക്കെ. ചിലപ്പോ നേരിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോ മനസ്സിലാവും ഞാൻ അവളുടെ കൂടെ തന്നെ പഠിച്ചതാണ്, അവളോടൊപ്പം തന്നെ പഠിച്ചു വന്നതാണ്, എനിക്ക് കിട്ടിയില്ലല്ലോ. ചിലപ്പോ ആ മനസ്സിൽ നേരിയ വിഷമമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും അതിന്റെ പുറകെ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും, അവൾക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്ത് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ അനിയത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ അനിയനോ ചേട്ടനോ ചേച്ചിക്കോ ജോലി കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ. ഓക്കെ. അവർക്ക് ആ ഒരു നല്ല രീതിയിൽ അവരെ കാണുമ്പോൾ എന്താണ് നമ്മൾ സക്സസ് ആയി തന്നെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പോ അതിനൊരു
എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇതാണത്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല കേട്ടോ. എല്ലാ ആളുകളിലും അത് ഉണ്ടാവണമെന്നില്ല. വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ മാം. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്റെ മോള്, ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണ്. മുഴുവൻ കംപ്ലീറ്റ് ആയില്ല. അവിടെ പാറ്റ്നയിൽ എക്സാം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോഴേക്കും എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്റെ മോള് BSc നേഴ്സാണ് ഇപ്പൊ. അപ്പൊ അവളിപ്പോ ഗവൺമെന്റിൽ കയറി, ഹെൽത്ത് സെന്ററിൽ കയറി. അപ്പൊ എനിക്ക് കിട്ടാത്ത ആ ഒരു സന്തോഷം അവൾക്ക് കിട്ടിയതിൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ അനുജത്തി ടീച്ചറാണ് ഇവിടെ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന് പറയാം. അവിടെ ടീച്ചറായിട്ട് ഇപ്പൊ കേറി. എത്ര നാളായി കയറിയിട്ട്? ഇപ്പം ജസ്റ്റ് 6 മാസമായിട്ടാണ്. 6 മാസമായിട്ടുള്ള. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്സേ. ഞാൻ ITA പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കലാതിലകം ആകാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പറ്റിയില്ല, പനിയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അനിയത്തിനെ ഞാൻ പ്രോഗ്രാം കാണാൻ പോയി. അനിയത്തിനെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ച് എല്ലാത്തിനും അവള് ഫസ്റ്റ് വാങ്ങി. അങ്ങനെ എനിക്ക് ആവാൻ പറ്റാത്ത കലാതിലകം എന്റെ അനിയത്തിയായി. ഞങ്ങള് ട്വിൻസാണ്. അപ്പൊ എന്റെ അനിയത്തി കലാതിലകം. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് പറ്റിയ എന്റെ അനിയത്തിക്ക് പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. സന്തോഷിച്ചല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? മിസ്സിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവർക്ക് കാല് വയ്യ, ചെറുപ്പത്തിലെ പോളിയോ വന്നതാ. കല്യാണം കഴിച്ച കുട്ടിയൊക്കെ ഉണ്ട്. അവൾക്ക് ഇപ്പോ റീസെന്റ് അവൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. അവള് സൊസൈറ്റി ബാങ്കിലെ, സഹകരണ ബാങ്കില് അവിടെ ജോലി കിട്ടി. അപ്പൊ അവൾക്ക് ജോലി കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലേ? ഓക്കെ ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഇത്തരത്തില് എന്താ പറയാ, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും എന്തെങ്കിലും. അതാണ് മറ്റുള്ളവർക്ക് ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെയും കൂടി വിജയമാണെന്ന്, അതായത് അത്രയധികം ആത്മാർത്ഥമായിട്ട് എന്താ പറയാ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു തങ്ങളുടേത് കൂടിയാണ് ആ വിജയം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക കേട്ടോ. അല്ലാതെ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. എന്താണ് അസീന മനസ്സിലായത്? സബ്സ്റ്റിറ്റ്യൂഷൻ പകരം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ഇതായിട്ടുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ കൈവരിക്കാനാവാതെ വന്നപ്പോൾ അതിന് പകരം മറ്റൊരു ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം സ്വീകരിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മാർഗമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, പകരം നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നു. പിന്നെ ഒരു കുട്ടിക്ക് ഫുട്ബോൾ ടീമിൽ തിരഞ്ഞെടുക്കപ്പെടാനായില്ല, പകരം വോളിബോൾ ടീമിൽ ചേർന്ന് തന്റെ കഴിവ് തെളിയിക്കുന്നു. ഓക്കെ മാം. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതും ഇതിൽ വരൂലേ? അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താണ് ശ്രുതി മനസ്സിലായത് വായിച്ചപ്പോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണെന്ന് മനസ്സിലായല്ലേ? അല്ലേ? എന്താ മനസ്സിലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം അത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു മേഖലയിൽ നമുക്ക് അതില് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റത് സെലക്ട് ചെയ്ത് അതില് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് അതില് ബെസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതായത് ഇത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഡിഫൻസ് മെക്കാനിസം പറയുമ്പോൾ നമ്മള് ചിലവരെങ്കിലും അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും വിധിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെ? എല്ലാവരും വിശ്വസിക്കാറുണ്ടോ വിധി? ഇതെന്റെ വിധിയാണെന്നൊക്കെ പറയാറുണ്ടോ?
യെസ് മാം. എല്ലാ ആളുകളും പറയാറുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഒറിജിനൽ ഗോൾസ് നമ്മളിപ്പോ ചെറുപ്പകാലം തൊട്ട് അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അത് ചിലപ്പോ എന്താ പറയാ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ആഗ്രഹിച്ചു വന്ന ഒരു ലക്ഷ്യമായിരിക്കാം. ഓക്കെ, അത് ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നു. ചിലപ്പോ വിധി എന്ന് പറയാം അതിനെ, അല്ലെ. ചിലപ്പോ നമുക്കത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ആ വിധിയാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ടോ? നമ്മൾ എന്തിലോട്ട് പോകും? പിന്നെ മറ്റേതെങ്കിലും ഒരു മേഖലയിലോട്ട് തിരിയോ, അല്ലെ. അപ്പോ ചില കാര്യങ്ങൾ, അതായത് എന്താ പറയാ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ത്യജിച്ചിട്ടുണ്ടാകാം, അല്ലെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ കുഞ്ഞുനാള് തുടങ്ങി കണ്ടുവന്ന ചില സ്വപ്നങ്ങള് ചിലപ്പോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാകാം, അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അതോർത്ത് നമ്മൾ സങ്കടപ്പെടില്ല. നമുക്ക് വിഷമം വരും, വിഷമമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അവർക്ക് വേണ്ടിയാണല്ലോ, അല്ലെ. എന്തെങ്കിലും ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അത് ചെയ്യായിരുന്നു, അന്ന് ചെയ്യായിരുന്നു, പക്ഷെ ഇനി അത് ആ സമയം കടന്നുപോയി, നിങ്ങൾക്ക് അതിനുള്ള ഏജ് കടന്നുപോയി, ഇനി അത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനൊരു ഉത്തരവുണ്ട്, അതെന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് അന്ന് സാക്രിഫൈസ് ചെയ്തത്. സത്യം. എനിക്ക് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ മാരീഡ് ആയി കൊച്ചായി കഴിഞ്ഞപ്പോ എനിക്ക് TTC കിട്ടിയായിരുന്നേ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു മോളെ നോക്കാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മോളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ഓർത്തത് ഞാൻ ത്യജിച്ചു. എന്നോട് ഒരു മുമ്പത്തെ നമ്മുടെ ഒരു ബാച്ചിലൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിക്ക് ആർമിയിൽ എന്തോ സെലക്ഷൻ കിട്ടിയായിരുന്നു. ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് എന്താ പറയാ അതിനു വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് കല്യാണം നടന്നു. അതിനോടനുബന്ധിച്ചിട്ടാണ് ആർമിയിൽ സെലക്ഷൻ കിട്ടിയത്. പക്ഷെ സെലക്ഷൻ കിട്ടിയ സമയത്ത് തന്നെ സെലക്ഷൻ കിട്ടി അതിന് പോകാനുള്ള പ്രോസസ്സിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടർ. അപ്പോ ആ കുട്ടി അത് വിഷമത്തോടു കൂടിയാണെങ്കിലും പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞൊരു കാര്യം, അന്ന് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത് എന്റെ ഒരു 22 വയസ്സുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോ ഒരു ആർമിയിലെ തന്നെ ഒരു ഹയർ പൊസിഷനിൽ ആ കുട്ടി വരേണ്ടതായിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞത് ട്വിൻസ് ആയിരുന്നു, ഇരട്ട കുട്ടികളാണ്, അതുപോലെ ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെയായിരുന്നു കംപ്ലീറ്റ് പറഞ്ഞത്. അപ്പൊ എന്തായാലും പോകാനോ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും വിഷമം ഉണ്ടായിരുന്നു, വിഷമം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനത് മാറ്റി വെച്ചെന്ന് ആ കുട്ടി അന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ, അതായത് ഓരോ ആളുകൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള വിധിയുമായിട്ട് ചിലപ്പോ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ. അതായത് ആ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം എന്താ പറയാ നമുക്ക് കിട്ടാതിരിക്കുകയോ, എന്ത് കാര്യമാവട്ടെ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ നേടിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ തൊട്ടടുത്ത് വരെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ കയ്യെത്തി പിടിക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം, അത് മാറിപ്പോയിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും എന്താ പറയില്ല, നമ്മൾ ഒരിക്കലും ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് മനസ്സിന് ആശ്വാസമുണ്ട്. എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത്? അവർക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനത് ചെയ്തത്. അങ്ങനെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പറയാൻ പറ്റാവുന്നതാണെങ്കിൽ പറയാം. ലൗലി പറഞ്ഞു, അതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? മിസ് എനിക്കുണ്ടായിരുന്നു ഇതുപോലെ വിധീനെ പറഞ്ഞ. എനിക്ക് കല്യാണത്തിന് മുമ്പ് ജോലി ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയില്, ടെമ്പററി ആയിട്ട് കയറിയതായിരുന്നു. അപ്പത്തേക്കും 1 വർഷം ഞാൻ വർക്ക് ചെയ്തു. ആ 1 വർഷത്തിനുള്ളിൽ എനിക്ക് കല്യാണം വന്നു 20 വയസ്സില്. അപ്പൊ ആ ജോലി എനിക്ക് വിടേണ്ടി വന്നു.
ഇപ്പൊ എന്റെ കൂടെ നിന്ന ടെമ്പററി ആയിട്ട് കയറിയവർ അവിടെ സ്ഥിരം ജോലിയായി. എനിക്ക് ദൂരം കൂടുതലായിട്ട് ഇവിടുന്ന് പോവാൻ പറ്റാണ്ട് വന്നു. അങ്ങനെ ഞാൻ ജോലി നിർത്തി. ഇപ്പൊ എന്റെ ഒപ്പമുള്ളവർക്ക് സ്ഥിരം ജോലി. അപ്പൊ അതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇതില് നല്ല ജോലി കിട്ടും കേട്ടോ. ഇത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് പറ്റും. വിഷമിക്കാൻ കേട്ടോ. നല്ലൊരു ടീച്ചറാവും. ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം ഞാന് ബികോം കഴിഞ്ഞതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ സ്റ്റാർട്ടിങ്ങില് ജോലിക്കൊക്കെ പോയായിരുന്നു. വലിയ ജോലിയില്ലെങ്കിലും റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം വർക്ക് ചെയ്തു. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുട്ടീനെ നോക്കണം. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി. സോ അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയ ഒരു ഇത് കിട്ടിയിട്ടില്ല പിന്നീട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ പുതിയൊരു സ്ഥലത്തേക്കാണ് വീട് മാറി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാവരും പുതിയ ആൾക്കാരാണ്. സോ പിള്ളേര് രണ്ട് പെൺമക്കളാണ്. ഒരാൾ 2ലും ഒരാൾ 7ത്തിലും. സോ 2 പിള്ളേരും ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്ക് അത്രയും ദൂരം ജോലിക്ക് പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. പിന്നെ ആരും ഇല്ല പിള്ളേരെ നോക്കാൻ, വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ജോലിക്ക് പോകാൻ പറ്റാതെ പിള്ളേരെ നോക്കി. പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. എന്നാലും ഞാൻ ജോലിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ തൊട്ടടുത്താണ് സ്കൂള്. അപ്പൊ മക്കളുടെ സ്കൂളിൽ തന്നെ കയറാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത്. സോ ഞാൻ ജോലി ഇല്ലാതിരിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അതെനിക്ക് സന്തോഷമുള്ളൂ. എന്ന് വെച്ചാൽ 2 പെൺമക്കളാണ്. ഇപ്പോഴത്തെ സൊസൈറ്റി സിറ്റുവേഷൻ എങ്ങനെ നമുക്കറിയാലോ. സോ ആരും വിശ്വസിച്ച് എനിക്ക് ഏൽപ്പിക്കാൻ ഒരു ധൈര്യമില്ല. സോ ഇതാണ് മാം എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് സബ്ലിമേഷൻ റീഡ് ചെയ്തോളൂ കേട്ടോ. സബ്ലിമേഷൻ എന്താ മനസ്സിലായത്? സബ്ലിമേഷൻ വായിച്ചപ്പോ അതായത് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. അതായത് നമ്മുടെ സമൂഹത്തില് അംഗീകരിക്കാത്ത കുറെ ഡിസേർവേഴ്സ്, പല ആക്ടിവിറ്റീസ് അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു മെക്കാനിസം ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ദേഷ്യം നമ്മളത് സ്പോർട്സിൽ കാണിക്കുന്നതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ദേഷ്യം ഉണ്ടാകും, നമ്മൾ സ്പോർട്സിൽ ആ ദേഷ്യം നമ്മൾ കാണിച്ചിട്ട് അതിൽ വിജയം കൈവരിക്കുന്ന ഒരു മെക്കാനിസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് മനസ്സിലായത്. മാം ഞാൻ പറയാം എനിക്ക് മനസ്സിലായത് ഞാൻ പറയണം മാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു പുവർ ഫാമിലിയിലുള്ള ഒരു ബോയ് ഒരു റിച്ച് ഫാമിലിയിലുള്ള ഒരു ഗേളിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ നടക്കില്ല എന്ന് മനസ്സിലായി. സോ അവൻ ആ പയ്യൻ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കൂടുതലും വേറെ രീതിയിൽ, അതായത് ഇങ്ങനെ പഠിത്തത്തിലും അങ്ങനെ കുറെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണോ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിലാണോ ഈ കുട്ടികൾ ഉണ്ടാവാത്ത കാരണം മറ്റൊരു പ്രവർത്തനത്തിലേക്ക് മാറ്റുന്നത്? അതെ. അതായത് ഒന്നിന്റെ കുറവ് നികത്താനായിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ് എന്ത്? സബ്ലിമേഷൻ. ഒന്നിന്റെ കുറവ് നികത്താൻ ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടാകാം. ഓക്കെ, നമുക്ക് ഫുൾ ആയിട്ട് എല്ലാം കിട്ടിയെന്ന് വരില്ല അല്ലെ. ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് 100% നമുക്ക് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഉണ്ടായെന്ന് വരില്ല, ഒട്ടും തന്നെ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കുട്ടികളുടെ കാര്യം വെച്ചാൽ, അതായത് കുട്ടികളില്ലാത്ത കപ്പിൾസ്, ഓക്കെ, 2 പേര് അവർക്ക് കുട്ടികൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോ അത് അവരുടെ ഒരു കുറവായിട്ടാണ് കാണുന്നത് അല്ലെ? ആണോ? കുറവായിട്ടാണോ കാണുന്നത്? അവരതിനെ ഒരു കുറവായിട്ടായിരിക്കാം കാണുന്നത് അല്ലെ? ആണോ? കപ്പിൾസ് കുട്ടികളില്ലെങ്കിൽ കാണാം. സമൂഹത്തിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അവരിലും ചില ചോദ്യങ്ങളൊക്കെ, അവരും ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരോട് തന്നെ ചോദിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിനൊരു കുറവായിട്ടാണ് കാണുന്നതെങ്കിൽ ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യാം? അനാഥാലയങ്ങളിൽ
അല്ലെ? ഓഫനേജുകളിൽ പോകാം, എന്നിട്ട് അവിടെയുള്ള കുട്ടികളെ കളിപ്പിക്കാം, അല്ലെ? അവിടെയുള്ള കുട്ടികൾക്ക് സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കാം, അത്യാവശ്യം ഉടുപ്പുകൾ മേടിച്ചു കൊടുക്കാം. അങ്ങനെ അവരുടെ കുട്ടിയെ കണ്ട് ആ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. അപ്പൊ ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശം കൂടി ഉണ്ട്. അത് നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് പലവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് ദേഷ്യം വരിക എന്നുള്ളത്, അല്ലെ? ദേഷ്യം വരാറില്ലേ പലർക്കും? ഉണ്ട് മാം. ആ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വേറെ എന്തെങ്കിലും കാര്യം ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് പറയും. ഇപ്പൊ ആരോടാണ് ദേഷ്യം വന്ന ആള്, അവരോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ നമ്മളും തിരിച്ചു ചൂടാവും. അങ്ങനെ നമ്മുടെ ദേഷ്യം കുറയും, അല്ലെ? ഒരിക്കലും നമ്മൾ പിണ്ടാതിരുന്ന് വരില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ദേഷ്യം വന്ന ഒരു വ്യക്തി ആ ദേഷ്യം എന്താ പറയാ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വേറെ ആക്ടിവിറ്റി ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി ആ ദേഷ്യം മാറ്റുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്. ദേഷ്യം വന്നാ നന്നായിട്ട് ഫുഡ് കഴിക്കും. അത് നല്ലൊരു അതായത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, നമ്മള് ഈ ദുൽഖർ സൽമാന്റെ കലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കലി ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെ? ദുൽഖർ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ ഓഫീസില് ജോലി ചെയ്യുന്ന സമയത്ത് ഒരാള് വന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഇതുണ്ട്, സീൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ ദുൽഖർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ അദ്ദേഹം ആ ചെയറിൽ നിന്നിട്ട് വാഷ്റൂമിന്റെ സൈഡിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കൈ ഭിത്തിയിലിട്ട് ഇടിക്കുന്ന സീൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അപ്പോ ഇത്തരത്തില് അതായത് ആ ദേഷ്യം, അതായത് അയാൾക്ക് വന്ന ആ ദേഷ്യം ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിൽ അവര് ആശ്രയിക്കുന്നു. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. അപ്പൊ രണ്ട് രീതിയിൽ പറയാം കേട്ടോ. അപ്പൊ കപ്പിൾസിനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ദേഷ്യം വരുമ്പോഴുള്ള ആ ഒരു ദേഷ്യം മാറ്റുന്നത് മറ്റൊരു ആക്ടിവിറ്റിയിലൂടെയാണ്. ആ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. എന്റെ ജീവിതത്തില് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഫാദറിനിലോ പിന്നെ സ്റ്റെപ്പ് മദറിനിലോ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഞാൻ ബാത്റൂമിൽ പോയിട്ട് അവിടെ ഇട്ട് അവന്റെ ദേഷ്യം തീർക്കും. അവരോട് പറയാൻ പറ്റാതെ അമ്മ ബാത്റൂമിൽ പോയിട്ട് ആ ദേഷ്യം തീർക്കും അവിടെ. അതെ അല്ലേ? ഓക്കെ ഓക്കെ, അതെ അതെ. അപ്പൊ ഇത്തരത്തില് എങ്ങനെ ഉണ്ടാവാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഫാമിലീസ് ഒക്കെ ആണല്ലോ, അപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലവര് ഡയറക്റ്റ് ആയിട്ട് പറയും, ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തവര്. എനിക്ക് പെട്ടെന്ന് കരച്ചിലാ വരുന്നത്. എനിക്ക് സങ്കടം, ഇതുപോലെ എന്തെങ്കിലും എന്നെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് കരഞ്ഞ് ഇതാക്കും. വേറെ അങ്ങനെ ദേഷ്യം തിരിച്ചു കാണിക്കാൻ അറിയില്ല, കരയും. അതാണ് എന്റെ ഫസ്റ്റ് ഡിഫൻസ് ആയിട്ട്. മിസ്സേ മൈ ബോസ് സിനിമയിലില്ലേ മിസ്സേ ഇങ്ങനെ ഒരു സീൻ? ഏതാണ്? മൈ ബോസ് സിനിമയില് മമത മോഹൻദാസിനോടുള്ള ദേഷ്യം ബാത്റൂമിൽ പോയി അതൊക്കെ സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും 6 നമ്മൾ എടുത്തു. 6 ഡിഫൻസ് മെക്കാനിസം ആണ് ഉള്ളത്. ഇനി ബാക്കി 6 കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഈ 6 ഡിഫൻസ് മെക്കാനിസത്തിന്റെയും ഓരോരോ എക്സാമ്പിൾ വീതം അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരാം കേട്ടോ. ആദ്യത്തെ നമ്മൾ എഴുതണ്ട, കോമ്പൻസേഷൻ എഴുതണ്ട, ബാക്കി 5 എഴുതിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ മാം, ഒരു എക്സാമ്പിൾ വീതം മതിയില്ലേ? ഓരോരോ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വീതം, എല്ലാത്തിനും ഒരെണ്ണം വീതം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ് ചെയ്യുന്നേ? ഞാൻ പറയാമോ? Ending sign out prayer. Dear Allah, thank you for today's class. Bless my teachers, friends and parents. Help me remember what I learned and use it for good in my life. Keep us safe until we meet again. Thanks for the class. Logging out now. See you all next time. Bye. Have a great day. Amin. Thank you. Okay, thank you so much. Next class കാണാം കേട്ടോ.
Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.